കോവയ്ക്കാൻ മെഴുകുവരട്ടി മല്ലിപ്പൊടി ഇടുവോ? ആഹാ ഇരിക്കുമ്പോ ഈ സാധനം ഉണ്ടാക്കാൻ അറിയോ? ഇത് പ്രൂഫാണ് കേട്ടാ. നീ പെടും, നീ തീരും. നീ നോക്കാം. കഴിച്ചു കഴിയുമ്പോ വാ തുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലിരിക്കുവാണ് ഞാൻ. ഇത് വ്ളോഗ് ആക്കാം. കുക്കിംഗ് വ്ളോഗ് എടുക്കാന്ന്. ആണ്ടിയും ചന്ദ്രാന്തിരിക കുക്ക് ചെയ്യുന്നത് ആൾക്കാരെ എടുത്ത് അറിയിച്ചോണ്ടല്ലോ അവര് പച്ചക്ക് തെറി പറയും. എന്തേലുമൊക്കെ വേണ്ടേ ചെയ്യാൻ? നിന്നല്ലേ പറയുള്ളൂ, കുഴപ്പമില്ല. കാരണം നീയാണല്ലോ ഫുഡ് വെക്കുന്നത്. കേരളത്തിലെ സമൂഹം ആക്ച്വലി കുറച്ച് എന്താണ് ഈ മെന്നസ് ടൈപ്പാണ്. സോ they belong or support me. Comment down if this is true. കുക്കിംഗ് ഒക്കെ നിന്റെ ആ പരിപാടിയാണ്. ഞാൻ കുക്കിയിട്ട് നീ കഴിക്കും. എന്തായാലും ഫുഡ് വെക്കാമെന്നൊരാഗ്രഹം, വേറൊന്നുമില്ല. ചോറും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും മുട്ട പൊരിച്ചതും തൈരല്ല പച്ചമോരും ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ്. ഇൻസ്റ്റമാർട്ടിൽ സാധനങ്ങളെല്ലാം വരും. ചോറ് അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഞാനിപ്പോ ഇൻട്രോ പറയാറില്ല. വെൽക്കം ബാക്ക് ടു ഷിയോൺ സജി മ്യൂസിക്സ് യൂട്യൂബ് ചാനൽ. കറി ഉണ്ടാക്കാൻ അറിയെങ്കിലും എനിക്ക് ചോറ് വെക്കാൻ അറിയില്ല. ഐ ഡോണ്ട് നോ. എനിക്ക് അതിന്റെ വേവും ഭാഗമൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ അത് ബേബി ഓൾറെഡി വന്ന് വെച്ചിട്ട് പോയി. ഇനിയിപ്പോൾ ഇൻസ്റ്റമാർട്ടിൽ സാധനം വന്നു കഴിഞ്ഞാലേ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എത്ര വയസ്സിലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ താഴെ കമന്റ് ഇടും. എനിക്ക് ചോറ് വെക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ചോറ് വെക്കാൻ അറിയാം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള റൈസ് മറ്റേ പൊന്നിയരിയോ തമിഴ്നാട്ടിൽ യൂസ് ചെയ്യുന്ന കുഞ്ഞ റൈസ് ഉണ്ടല്ലോ, ആ സാധനമാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ഉണ്ടാക്കാൻ എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ മാത്രം ഞാൻ നോക്കി വെച്ചിട്ടുള്ളൂ. അതൊന്നാണ് എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് കോവയ്ക്ക മെഴുക്ക് വരട്ടി. ഓരോ വയസ്സിലിരിക്കുമ്പോൾ ഞാൻ അതിനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നുമല്ല, എനിക്കിഷ്ടമുള്ളതെല്ലാം എനിക്ക് ഉണ്ടാക്കാൻ. ഞാൻ കൊഞ്ച് കറി സാധനങ്ങളും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. കോവിഡ് ടൈമിൽ ഇത് മൊത്തം പരീക്ഷണമായിരുന്നു പരിപാടി. അതുകൊണ്ട് ആ സമയത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റമാർട്ട് പ്രൈം എന്തോ പോയി എന്തോ കറക്റ്റ് ടൈമിൽ ഡെലിവറി, ഇൻസ്റ്റന്റ് ഡെലിവറി ഗൈസ്. ഇൻസ്റ്റമാർട്ട് ലൈക്ക് അക്യുറേറ്റ്. 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് സാധനം വീട്ടിലെത്തി. ഉള്ളി, ഇഞ്ചി, കോവയ്ക്ക, കറിവേപ്പില, പച്ചമുളക്, പൊട്ടിച്ചു, തൈര്, ഗ്രേറ്റഡ് കോക്കനട്ട്. കാലഘട്ടത്തിന്റെ ഒരു പോക്കെ. എന്താ പണ്ട് നമുക്ക് ഒക്കെ തേങ്ങയൊക്കെ ചിരണ്ടി തന്നെ എടുക്കണമല്ലോ. ഫുഡ് വെക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് പുതിയ സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഹോം മെയ്ഡ് ഫുഡ് തന്നെ 3 നേരം അവർക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കണ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു ചേട്ടനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൊമോഷനൊന്നുമല്ല, ലൈക്ക് പുള്ളിക്കാരൻ നേരത്തെ കോളേജിലൊക്കെ ഫുഡ് നമുക്ക് കൊണ്ട് തരുമായിരുന്നു. നല്ല അടിപൊളി സാധനമാണ്. അപ്പം അത് തന്നെ 3 നേരം കൊണ്ട് എത്തിക്കാനായിട്ട് പുള്ളിയുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പുള്ളിയുടെ അമ്മയൊക്കെ കൂടെ ചേർന്ന് ചെയ്യുന്നതാണ്. സോ അപ്പോൾ അവരതിനൊരു വെഞ്ചറായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം. ചില സമയത്ത് കൊടുക്കൂല. കോളേജ് സ്റ്റുഡൻസിന് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ, കോളേജ് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും പിന്നെ കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിലും, ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ, കോളേജിൽ പോവാത്ത സ്റ്റുഡൻസിനാണെങ്കിലോ, കോളേജിൽ പോകാത്ത എന്നെ പോലുള്ള സ്റ്റുഡൻസിനാണെങ്കിലും കിട്ടും. എനിക്കും 10-30 വയസ്സായി. ഈ ആൾക്കാര് വെറുതെ തെറ്റിദ്ധരിക്കും ബിബി. ചുമ്മാ നീ കളിക്കരുത്. നിന്റെ ആൾക്കാര് എനിക്ക് എന്തോ നല്ല പ്രായം ഉണ്ടെന്ന്. ഞാൻ എന്റെ പ്രായമല്ലേ ഈ മുതുക്കനെ കെട്ടിയെന്നും പറഞ്ഞ ദൈവമേ, എനിക്ക് 21 വയസ്സേ ഉള്ളൂ കേസ്. ഞങ്ങൾ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാം. അപ്പൊ ആർക്കെങ്കിലും ഫുഡ് അങ്ങനെ വീട്ടിൽ വെക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ വെച്ചിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ട്രിവാൻഡ്രം സൈഡിലുള്ളവർക്കല്ലേ പറ്റുള്ളൂ. ഇത് ട്രിവാൻഡ്രം സൈഡിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അറിയിപ്പാണ്.
അവർ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 3 നേരം ഹോംലി ഫുഡ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ, വെജ് നോൺ വെജ് വാട്ട് എവർ ഇറ്റ് ഇസ്, അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അറ്റ് എ വെരി ഗുഡ് റേറ്റ്. അല്ല, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ. ഇത് ഇത്രയും മുളക് വെച്ചിട്ട് എന്താ മുളക് കറി ഉണ്ടാക്കാൻ പോണ? പച്ചമുളക് കറിയാ? ഇല്ല. ശരിക്കും പറഞ്ഞ ഈ സാധനം ഉണ്ടാക്കാൻ അറിയോ? ഇത് പ്രൂഫാണ് കേട്ടാ. നീ പെടും, നീ തീരും നീ. നോക്കാം. കണ്ടേ ഇത് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കേറി വന്നിട്ട് മറ്റേ വെയിൽ പിടിക്കാൻ വരും. കൊല്ലി ഞാൻ അവനെ. കോവയ്ക്കാൻ മെഴുക്കുവരട്ടി മല്ലിപ്പൊടി ഇടുവോ? ഇടുവോ? ഇല്ല. മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി മാത്രം ഇട്ടാ പോരെ? പൊട്ടിത്തെറിക്കോന്ന് പേടിച്ചിട്ട് അതിന്റെ സൈഡിൽ പോയി നിന്നിട്ടുണ്ട്. നീ ഇത്ര പേടിക്കുന്നതിന് അതൊന്നും പറ്റുമൊന്നുമില്ല. എന്റെ കൈ കൊള്ളുന്നത് നീ ഇളക്കിക്കൂട്. മാറ്. Few minutes later. എന്താ ബേബി? എന്താ ബേബി? എന്റെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയിൽ അവൻ കയ്യേറി. കേറിയത് വേറൊന്നുമില്ല, അവള് ഏകദേശം ഒരു ഊഹം വെച്ചൊരു സാധനം ഉണ്ടാക്കാനാണ് പോയത്. അത് അവസാനം കഴിക്കേണ്ടി വരുന്നത് ഞാനാണല്ലോ എന്ന് ഓർത്തതുകൊണ്ടും ആഫ്റ്റർ എഫക്ട്സ് എനിക്കാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് ഞാൻ കൈവെക്കേണ്ട സമയമായി എന്നുള്ളത് മനസ്സിലായി. ശരി, ഞാൻ മുട്ട എങ്ങനെ മിക്സ് ചെയ്യണേ? ഇത് എന്ത് മോശം, ഇതെങ്കിൽ മുട്ട ഒന്നും മിക്സ് ചെയ്യാൻ പോലും അറിയില്ല. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ പകുതി ക്ലീൻ ചെയ്തിട്ടുണ്ട്, ബാക്കി പകുതി ആര് ക്ലീൻ ചെയ്യാം? ചോറെടുക്കാം ഗൈസ്. ഉണക്കച്ചമ്മീൻ ചമ്മന്തിയാണോ? വേണ്ട. ഇവിടെ വീഡിയോ ആണ്, എന്തെങ്കിലുമൊക്കെ വാ തുറന്ന് പറ. ഇത് കഴിച്ചു കഴിയുമ്പോ വാ തുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലിരിക്കുവാണ് ഞാൻ. ഇതാ ഇവളുടെ ഇതിന് പേരെന്തുവെന്ന്? പേരൊന്നുമില്ല. പൊട്ടറ്റോ കറി. പൊട്ടറ്റോ എന്താ അവസാനം മറ്റേ സദ്യ കറിയല്ല, അത് പൊട്ടറ്റോ നല്ല ഇതാക്കിയിട്ട്. അല്ല പക്ഷെ കൊള്ളാം കേട്ടോ. ഇനി ഇതെന്തോടി? കോവയ്ക്ക. അത് നീ ഉണ്ടാക്കിയതാ? കുഴപ്പമില്ല, ചമ്മന്തി ഓൾറെഡി ഗുഡ്. ഇനി കഴിച്ചാൽ മതി. ഗൈസ്, അങ്ങനെ നമ്മുടെ അവിടെ ഫുഡ് ഉണ്ടാക്കല് ഇടയ്ക്കുള്ള ഒരു സംഭവം മാത്രമാണ്, പക്ഷെ ഇത് കൊള്ളാം. ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു. വ്ളോഗിൻ്റെ അവസാനത്തേക്ക് വന്നേക്കാണ്. സൈഡിലെ തുണിയുടെ കൊമ്പാരം അത് ഞാൻ കാണിക്കുന്നില്ല, എന്നാലും നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഗൈസ് മൈ തിങ്ക് ഇവളുടെ പാട്ടിൻ്റെ ചാനലല്ലേ, ഷിയോൺ സജി മ്യൂസിക് സോങ് ചാനൽ സിംഗർ. വൈ ഇസ് ഷീ ഡൂയിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്? ലൈക്ക് വ്ളോഗ്സ് ചെയ്യുന്നു, ചലഞ്ച് അങ്ങനെ അങ്ങനെയൊക്കെ. സോ from my music itself, from whatever I do, from the videos that I do, or from the stage performances, anything, what I try to convey to my viewers or the people that see me is that പറഞ്ഞപ്പോൾ ഫ്ലോ പോയി. സംഭവം എന്താണെന്ന് വെച്ചാലേ, നമുക്ക് ചില കാര്യങ്ങൾ ചില രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലരും പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനം അങ്ങനെയല്ല. ദെയർ ക്യാൻ ബി സം ചേഞ്ചസ് ആൻഡ് ദാറ്റ് ചേഞ്ചസ് ആർ നോട്ട് ഫോർ യുവർ ബാഡ് എന്നുള്ളത് നമുക്ക് ചില സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുമ്പോൾ ചില സമയത്ത് എന്നാൽ ഞാൻ പറയണ മറ്റേ വലിയ വലിയ കാര്യങ്ങളോ, ഞാൻ ഒരു ഫെമിനിസം പറഞ്ഞ് അങ്ങ് തകർക്കാൻ വരുമോ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ മെയിൽ ഷോവനിസ്റ്റിക് ക്യാരക്ടറെ കാണിക്കുകയോ, ലൈക്ക് മെയിൽ ഷോവനിസ്റ്റിക് അല്ലാത്ത മെയിൽ ഷോവനിസ്റ്റിനെതിരായിട്ട് സംസാരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ബട്ട് ദെൻ ലിറ്റിൽ ബൈ ലിറ്റിൽ small changes or
sometimes in the videos you might have to see the whole video to understand what is in there, or ഒരു ചെറിയ തോട്ട്, ഒരു ചെറിയ ഡയലോഗ് അവിടെ എവിടെയോ might trigger you to think what this is all about. So if you like the videos, don't forget to subscribe my channel, comment ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുണ്ടായിരുന്നു വ്ളോഗിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഷെയർ ചെയ്യുക വീഡിയോ. ബൈ ബൈ, till I come with the next video. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കയറി നോക്കുക, ഷിയാൻ സജി മ്യൂസിക് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ പേര്, അതും കൂടെ നോക്കുക ഗൈസ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഫുഡിൻ്റെ ടീമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെൻഷൻ ചെയ്ത സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് മൈ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ.